Hi dear aspirants, welcome to Aspire Defense. നിങ്ങളെല്ലാവരും ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ ഈ ലാസ്റ്റ് 12 ഡേയ്സിൽ നമുക്ക് എങ്ങനെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും? സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ NDA എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. സോ നിങ്ങളൊരു ബോർഡ് എക്സാം പോലെ ഒരു എക്സാം അല്ല, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. സോ കൃത്യമായ സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനും പറ്റുമോ. സോ ഇതെങ്ങനെ ക്ലിയർ ചെയ്യാം നമ്മളതാണ് നോക്കാൻ പോകുന്നത്. സോ പല ആസ്പിറൻസും നമുക്ക് എൻക്വയറി ചെയ്യുന്നുണ്ട് ലാസ്റ്റ് 12 ഡേയ്സിൽ നമുക്ക് എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യാം. സോ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ NDA എക്സാം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററി സർവീസസിലേക്കുള്ളത്, ആർമി നേവി എയർഫോഴ്സിലേക്കുള്ളതിൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റെപ്പാണ്, ഒരു പ്രൈമറി പാത്താണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ. നാഷണൽ ഡിഫൻസ് അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പൂനെയിലെ കടക്വാസലയിലാണ്. ആൻഡ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സോ ഇത്തവണത്തെ ഫസ്റ്റ് എൻട്രി 2026 ഫസ്റ്റ് എക്സാം, ഏപ്രിലിൽ നടക്കാൻ പോകുന്ന എക്സാമിലെ എക്സാം ഡേറ്റ് ഏപ്രിൽ 12 ഓക്കെ. സോ എക്സാം ഡേറ്റ് ഏപ്രിൽ 12 നമ്മൾ പറഞ്ഞു. ആർമി, നേവി, എയർഫോഴ്സ് ആൻഡ് നേവൽ അക്കാഡമിയിലേക്കാണ് നമുക്ക് ഈ എക്സാം ത്രൂ എൻട്രി ഉള്ളത്. നിങ്ങൾ ഓൾറെഡി പല ആൾക്കാർ അപ്ലൈ ചെയ്തതാണ്. ഇനിയിപ്പം ഈ വീക്കിൽ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡും റിലീസ് ആവും. ഓക്കെ. സോ ഈ എൻട്രിയിൽ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും 2022 മുതൽ പെൺകുട്ടികൾക്കും കൂടി എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ പെൺകുട്ടികൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ട്, കാഡറ്റ്സ് പാസ് ഔട്ട് ആയിട്ടുണ്ട്. അവർ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് അക്കാഡമിയിൽ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ ഇതാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ. ഇനി എക്സാമിനേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാം? ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്കോർ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം? നമ്മുടെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാം? നിങ്ങളുടെ യൂണിഫോം എന്ന് പറയുന്ന സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. 12 ഡേയ്സ് ഓപ്പറേഷണൽ സ്ട്രാറ്റജി. സോ ഇനി നമുക്ക് മുമ്പിൽ 12 ഡേയ്സ് ആണുള്ളത്. ആ 12 ഡേയ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഫസ്റ്റ് വൺ, ടാക്ടിക്കൽ കൺസോൾട്ടേഷൻ. ഓക്കെ. ഫസ്റ്റ് 1 to 5 ഡേയ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാക്ടിക്കൽ കൺസോൾട്ടേഷൻ ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ഓൺ ഹെവി ലിഫ്റ്റർ ടോപ്പിക്സ്. നമുക്കറിയാം മാത്തമാറ്റിക്സ് ആൻഡ് GAT 2 പേപ്പറാണ് NDA എക്സാമിൽ വരുന്നത്. മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 10 o'clock to 12:30 ആണ്. അവിടെ മാത്തമാറ്റിക്സ് പേപ്പറാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 o'clock to 4:30, 2 മണി മുതൽ 4 വരെ. ഓക്കെ. ജനറൽ എബിലിറ്റി ടെസ്റ്റ്. സോ ആ 2 ടോപ്പിക്കിലും 60% ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. സോ അതിൽ ഫസ്റ്റ് 1 to 5 ഡേയ്സ് നമ്മൾ മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എനിവേ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 12 ഡേയ്സിലേക്ക് വേണ്ട എല്ലാ PYQ, എല്ലാ സോൾവിംഗ് സെഷനുമായിട്ട് നമ്മൾ വരാൻ പോവാണ് നെക്സ്റ്റ് 12 ഡേയ്സിലേക്ക്. സോ നമ്മുടെ എല്ലാ യൂട്യൂബ് ചാനൽസും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും ടെലിഗ്രാം ചാനലിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് ഇസ് പെർഫോമൻസ് സിമുലേഷൻ. 6 to 9 ഡേയ്സ്, 6 മുതൽ 9 ദിവസം വരെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. മിനിമം നമുക്കറിയാം ഇനി നമ്മുടെ മുമ്പിൽ 12 ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. സോ മിനിമം 2 മാർക്സ് എങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലെവൽ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എക്സാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ 6 to 9 നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, എസ്പെഷ്യലി നിങ്ങൾക്ക് വേണമെങ്കിൽ 2024 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെയ്ത് നോക്കാം. ആ സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്, ആ OMR ഷീറ്റ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് കോഗ്നിറ്റീവ് റിക്കവറിയാണ്. ലാസ്റ്റ് 10 to 12 ഡേയ്സ്. ലാസ്റ്റ് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് പല ആൾക്കാരും ടെൻഷൻ അടിച്ച് പാനിക് ആക്കിയിട്ട് എക്സാമിൻ്റെ സ്ട്രെസ് കാരണം പല ക്വസ്റ്റ്യൻസും മിസ് ആവാറുണ്ട്. അത് അവരുടെ റിട്ടേൺ എക്സാം ക്ലിയർ ആകാനുള്ള സാധ്യത വളരെ കുറക്കാറുണ്ട്. സോ നിങ്ങൾ വളരെ കൂളായിരിക്കുക, കാമായിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു എക്സാം പാത്തിലേക്കുള്ള ആ ഒരു ജേർണി നമ്മൾ നന്നായിട്ടിരിക്കുക. ഓക്കെ. സോ നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാമിൽ. ഓക്കെ. സോ നമുക്കിത് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. വരുന്ന സ്ലൈഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കൊരു പ്ലാനിലേക്ക് പോവാം. ഓക്കെ. ഫേസ് 1, ടാക്ടിക്കൽ ഫോക്കസ് ബ്ലോക്സ്. മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് 1 to 5 ഡേയ്സിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്സിൽ നിങ്ങൾ ടോപ്പിക് മനസ്സിലാവും. ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, കാൽക്കുലസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. സോ ഇത്രയും ഏരിയാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇതിലൂടെ 20 to 25 ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്സും നമുക്ക് വരാറുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും അറിയാം. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക ഈ ഏരിയയിൽ ഫസ്റ്റ് 1 to 5 ഡേയ്സിൽ. ഓക്കെ. ഇനി സെക്കൻഡ് GAT, ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ. സോ ഇങ്ങനെ GAT ഫോക്കസ് ചെയ്യാം.
അതായത് ഫസ്റ്റ് 2:30 മുതൽ 5:30 വരെ. നമുക്ക് എക്സാം ടൈമിംഗ് നമുക്കറിയാം, മോർണിംഗ് ഷിഫ്റ്റിൽ മാത്തമാറ്റിക്സ് ആണ്, ഉച്ചയ്ക്ക് ശേഷം വരുന്ന ഷിഫ്റ്റിൽ GAT ആണ്. സോ മോർണിംഗിൽ നമ്മൾ മാത്തമാറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ GAT പ്രാക്ടീസ് ചെയ്യുന്നു. ഇംഗ്ലീഷ് വൊക്കാബുലറി ആൻഡ് എറർ സ്പോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ 12th നിങ്ങൾ ജസ്റ്റ് ലാംഗ്വേജ് പേപ്പർ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കോമ്പറ്റീവ് എക്സാമിൻ്റെ ലെവലിൽ നമ്മൾ പഠിക്കുന്നില്ല. ആൻഡ് ഫിസിക്സ് ഓൾറെഡി കെമിസ്ട്രി ബയോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. എന്തെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ഇംഗ്ലീഷ് ഇഡിയം ആൻഡ് സെൻറ്റൻസ് ഓർഡർ വൊക്കാബുലറി പാർട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡിയം ഫ്രേസസ്, ആൻറ്റോണിംസ്, സിനോണിംസ്. ഓക്കെ, നെക്സ്റ്റ് കെമിസ്ട്രി. ഞാൻ നേരത്തെ പറഞ്ഞു കെമിസ്ട്രി നിങ്ങൾ 12th പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതും കുഴപ്പമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ജനറൽ സ്റ്റഡീസ് പാർട്ട്. ഓക്കെ, ഹിസ്റ്ററി, ജോഗ്രഫി, കുറച്ച് ക്വസ്റ്റ്യൻ സിവിക്സ് ഉണ്ട്, പൊളിറ്റി, എക്കണോമി, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഡിഫൻസ് ന്യൂസസ് ഉണ്ട്, പിന്നെ നാഷണൽ പോളിസീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഇനി ഈവനിങ് റിവിഷൻ ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ ഡിഫൻസ് ന്യൂസ് നോക്കുന്നു, ഇന്റർനാഷണൽ സബ്മിറ്റ്സ്, അവാർഡ്സ്, ഡിഫൻസ് ന്യൂസ്, അഗെയിൻ നാഷണൽ സ്കീംസ് നോക്കാൻ പോവാണ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ്, കറണ്ട് അഫയേഴ്സ്. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സിമുലേഷൻ ആൻഡ് എറർ ഡയഗ്നോസ്റ്റിക്സ് ആണ്. സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്തു. ഇനി അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഒരു എറർ ഇല്ലാതെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, എറർ ഉണ്ടെങ്കിൽ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം, നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ കൺസെപ്ച്വൽ ഇഗ്നോറൻസ് ആണ്. റിവ്യൂ കോർ തിയറി ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ നന്നായിട്ട്, അതായത് ഒരു 80-20 റൂളാണ് ഇവിടെ ആവശ്യമുള്ളത്. 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം 20% ഓഫ് ദ സിലബസ് ആണ്. സോ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അതുകൊണ്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാൽക്കുലേഷൻ എറേഴ്സ്. ഓക്കെ, കാൽക്കുലേഷൻ എറേഴ്സ് ഒരുപാട് കുട്ടികൾ വരുത്താറുണ്ട്. എക്സാമിൻ്റെ സമയത്ത് പാനിക്കായിട്ടും ഇതൊരു പ്രാക്ടീസിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. സോ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്സ് വരുത്തുന്നത് നിങ്ങൾ നന്നായിട്ട് അവിടെ ഫോക്കസ് ചെയ്യുക, ആ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടൈം പ്രഷർ എറേഴ്സ്. ഓക്കെ, നിങ്ങൾക്കറിയാം OMR ഷീറ്റാണ് നമ്മൾ UPSC റിട്ടൺ എക്സാമിൽ യൂസ് ചെയ്യുന്നത്. സോ പല കുട്ടികളും എക്സാമിന് സമയത്ത് ടൈം ഉണ്ടാവില്ല, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കും ചില സമയത്ത്. എന്നിട്ട് അത് ലാസ്റ്റ് സമയത്തൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ബബിളിൽ, അതായത് ഇതിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ നഷ്ടമാവും. ഓക്കെ, കൃത്യമായിട്ട് ബബിൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഈ OMR ഷീറ്റ്സ് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ചിട്ട് നിങ്ങളൊന്നത് പ്രാക്ടീസ് ചെയ്യാം. സോ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു എറേഴ്സ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ മാർക്ക് കളയുന്നുണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കട്ട് ഓഫ് ഡൈനാമിക്സ് ആൻഡ് സെക്ഷണൽ ഗോൾസ്. നമുക്കറിയാം NDA എക്സാം എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ആവശ്യമുണ്ട്, ഒരു ബോർഡ് എക്സാം അല്ല. സോ 2 പേപ്പറാണ് ഇവിടെ ഉള്ളത്, മാത്തമാറ്റിക്സ്, ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഓരോ പേപ്പറിലും നിങ്ങൾ മിനിമം 25% മാർക്സ് സ്കോർ ചെയ്തിരിക്കണം. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, 25% നിങ്ങൾ മിനിമം ഓരോ പേപ്പറിലും സ്കോർ ചെയ്തിരിക്കണം. അതായത് മാത്തമാറ്റിക്സിൽ 300-ൽ 75 മാർക്സ് നിങ്ങൾ മിനിമം സ്കോർ ചെയ്തിരിക്കണം. അതുപോലെ ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ 600-ൽ മിനിമം 150 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ NDA എക്സാം റിട്ടൺ എക്സാം ക്ലിയർ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഒരു സെക്ഷനിൽ നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് മാത്തമാറ്റിക്സിൽ നിങ്ങൾ കട്ട് ഓഫ് താഴെയാണുള്ളതെങ്കിൽ നിങ്ങളുടെ പേപ്പർ കാര്യമില്ല, നിങ്ങൾ വാല്യൂറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക, സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം. മിനിമം 25%, അതായത് 300-ൻ്റെ 25%, 75 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. 600-ൻ്റെ 25%, 150 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് ഉണ്ടാവും, നിങ്ങൾ സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും. പല കുട്ടികളും മാത്തമാറ്റിക്സിൽ ഡിഫിക്കൽട്ടി പറയാറുണ്ട്. സോ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. മിനിമം 25% മാർക്സ് ഓരോ സെക്ഷനിൽ നിങ്ങൾ സ്കോർ ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, സോ ഇനി നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നോക്കാം. പല ആൾക്കാർക്കുള്ളൊരു പേടിയാണ്, NDA എക്സാമാണ് UPSC കണ്ടക്ട് ചെയ്യുന്നത്. സോ നല്ല കട്ട് ഓഫ് മാർക്സ് സാധാരണയായിട്ട് വരാറുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് ഒന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് NDA 1 2025 കട്ട് ഓഫ്, റിട്ടൺ എക്സാം കട്ട് ഓഫ് 334 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 334, 50% മാർക്സ് പോലും വന്നിട്ടില്ല. സോ നന്നായിട്ട് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതിന് മുമ്പ് 305, 291, 360, 343. സോ ഔട്ട് ഓഫ് 900-ൽ നിങ്ങൾ ഒരു 350 to 360 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടൺ എക്സാം ക്ലിയർ ചെയ്യുന്നുള്ള ഒരു സേഫ് സോണിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾ 400+ നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സേഫ് സോണിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നെക്സ്റ്റ് SSBക്ക് പോയിട്ട് SSBൻ്റെ മാർക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് കട്ട് ഓഫ് വരുന്നത് 1800-ൽ. സോ ലാസ്റ്റ് റെക്കമെൻഡഡ് കാൻഡിഡേറ്റിൻ്റെ 699 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 699 മാർക്കാണ് വന്നിരിക്കുന്നത് 1800-ൽ. ഓക്കെ, സോ ഒരു 400+ നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം നിങ്ങൾ സേഫ് സോണിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ 400+ സ്കോർ ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നന്നായിട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
നമുക്കിനി ഫസ്റ്റ് മാത്തമാറ്റിക്സിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് പോകാം. മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. പേപ്പർ 1 കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്. 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 300 മാർക്സ്, 2.5 മാർക്സ് ആണ് ഒരു റൈറ്റ് ആൻസർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ദ ബിഗ് 3 ടോപ്പിക്സ് ഏതൊക്കെയാണ്? ആൾജിബ്ര, ട്രിഗ്നോമെട്രി, കാൽക്കുലസ്. ഓക്കെ, സോ ആൾജിബ്ര, trigonometry, calculus. 25 to 30 questions coming from algebra, 20 to 25 questions coming from trigonometry, 20 to 25 questions coming from calculus. So ഈ ഒരു 3 ഏരിയ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമം 75 മാർക്സ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്കിനി മാത്തമാറ്റിക്സിൻ്റെ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്സും കൂടി നമുക്ക് നോക്കാം. ചാപ്റ്റർ വൈസ് ആൾജിബ്രയിൽ നിന്ന് 25 to 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ട്രിഗ്നോമെട്രിയിൽ നിന്ന് 20 to 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കാൽക്കുലസിൽ നിന്ന് 20 to 25 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റിയിൽ നിന്ന് 15 to 20 ക്വസ്റ്റ്യൻസ്, ആൻഡ് അനലിറ്റിക്കൽ ജോമെട്രി 15 to 20 ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ പലർക്കും പല ഏരിയാസ് സ്ട്രോങ് ആയിരിക്കും, പല ഏരിയാസ് വീക്ക് ആയിരിക്കും. സോ സപ്പോസ് നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷനിൽ നിങ്ങൾ വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏരിയയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് സോൾവ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ് ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം. 3D ജോമെട്രി ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, കാൽക്കുലേഷൻ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, അതിൽ വർക്ക് ചെയ്യുക. മിനിമം നിങ്ങൾ 25%, അതായത് 300-ൽ 75 നിങ്ങൾ മിനിമം സ്കോർ ചെയ്യുന്നത് ഉറപ്പ് വരുത്താം. നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം ഒരു 140 to 170 വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂളാണ്, സേഫ് സോണിലാണ്. ഓക്കെ, നിങ്ങൾക്ക് GATയിൽ നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് പ്ലേസിലാണ്. നിങ്ങൾ SSBയിലേക്ക് പോകാൻ പറ്റും, സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ സെക്കൻഡ് പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് GATയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ ഇംഗ്ലീഷ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഫസ്റ്റ് വൺ വൊക്കാബുലറി. ഓക്കെ, 20 ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം വൊക്കാബുലറി, സിനോണിംസ്, ആൻറ്റോണിംസ്, ഇഡിയോം ഫ്രേസസ്. ഓക്കെ, സോ ഇതൊക്കെ വൊക്കാബുലറിയിൽ വരുന്ന പാർട്ടാണ്. സോ നന്നായിട്ട് ഇവിടെ വർക്ക് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നന്നായിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയിട്ട് വരാൻ പോവാണ്. ഇംഗ്ലീഷ് ജനറൽ സ്റ്റഡീസിൻ്റെ ക്ലാസ് ആയിട്ട് വരാൻ പോവാണ്. സോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ എല്ലാ മെറ്റീരിയൽസ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. മസ്റ്റായിട്ട് നിങ്ങൾ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് സ്ട്രക്ചർ ആണ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് 10 ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം സെൻറ്റൻസ് ഓർഡറിംഗ്, സ്പോട്ടിംഗ് എറർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ 12th പഠിക്കാത്തതാണ്. ഓക്കെ, സോ ഒരു എക്സാം ഫോക്കസ്ഡ് ആയിട്ട് UPSC ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കിവിടെ ആവശ്യമുണ്ട്. സോ ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. തേർഡ് പാർട്ട് ഇഡിയംസ്, 10 ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം ഇഡിയം ഫ്രേസ്. ഓക്കെ, സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിലെ എല്ലാ ടോപ്പിക്സും, അതായത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി പാർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ പാർട്ട്, സ്പോട്ടിംഗ് എറർ, സെൻറ്റൻസ് ഓർഡറിംഗ്, ഇതുപോലുള്ള എല്ലാ ഏരിയാസും 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സോ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് നോക്കാൻ പോവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ എബിലിറ്റി ടെസ്റ്റിലെ നെക്സ്റ്റ് ഏരിയ സയൻസ്, ജനറൽ സ്റ്റഡീസ്, കറണ്ട് അഫയേഴ്സ്. സയൻസ് 50 ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം സയൻസ്, 25 ഫ്രം ഫിസിക്സ്, 15 ഫ്രം കെമിസ്ട്രി, 10 ഫ്രം ബയോളജി. സോ ഇത് 3 നിങ്ങൾ 11th and 12th പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട് ബയോളജി. സോ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് ജനറൽ സ്റ്റഡീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ സ്റ്റഡീസ് 50 ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ സ്റ്റഡീസിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് നിന്ന് വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, കുറച്ച് സിവിക്സ് ക്വസ്റ്റ്യൻസ്, പൊളിറ്റി, എക്കണോമി, കറണ്ട് അഫയേഴ്സ്, ഡിഫൻസ്, മിലിറ്ററി എക്സൈസ്, ഇതൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നല്ല രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ സ്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 400+ നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഏരിയയിലേക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം. സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഈസി ടോപ്പിക്സ് ആണ് അതിൽ നിന്ന് വരുന്നത്. മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, സൗണ്ട് വേവ്സ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും. സോ അത് നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ജനറൽ സ്റ്റഡീസ് ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. അതിന് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നുണ്ട്. ഹിസ്റ്ററിയിലെ മെയിൻ ടോപ്പിക്സ് നമുക്കറിയാം. 1857 റിവോൾട്ട്, മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് ഒരുപാട് 70% ടോപ്പിക്സ് വരുന്നത് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നാണ്. 1857 റിവോൾട്ട് മുതൽ നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഗാന്ധിയൻ എറയുണ്ട്, അതിനുശേഷം നമുക്ക് ഫ്രീഡം ലഭിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 70% ടോപ്പിക്സ്. ഓക്കെ, അതുപോലെ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഓക്കെ, റിവേഴ്സ്, സോയിൽ, മൗണ്ടെയിൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ്, നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ആവശ്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഡിഫൻസ് എക്സാം ആണ്. സോ ഡിഫൻസ് റിലേറ്റഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സാമിൽ വരുന്നുണ്ട്. മിലിറ്ററി ഓപ്പറേഷൻസ്, മിലിറ്ററി എക്സസൈസസ്, നമ്മുടെ വെപ്പൺസ്, പല കാര്യങ്ങൾ. ഓക്കെ, സോ ഇതിന് കംപ്ലീറ്റ്ലി നമ്മൾ ഡിക്കോഡ് ചെയ്യും. എവിടെ? നമ്മൾ യൂട്യൂബ് ചാനലിൽ. സോ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ ലഭിക്കും? ടെലിഗ്രാം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, സോ നമ്മൾ ഈ ഇത്രയും സമയം എക്സാമിനെ കുറിച്ചും എക്സാമിനെ എങ്ങനെ പഠിക്കാം, റിവൈസ് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എക്സാം ഡേയിൽ നമ്മളിതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ NDA എക്സാം എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഗെയിം പോലെയാണ്. ഫുട്ബോൾ ഗെയിം നമുക്കറിയാം 45 മിനിറ്റ്സ് ഫസ്റ്റ് ഹാഫ് ഉണ്ട്, 45 മിനിറ്റ്സ് സെക്കൻഡ് ഹാഫ് ഉണ്ട്. പല സ്ട്രാറ്റജീസ് പല മാനേജേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും 45 മിനിറ്റ്സിൽ, ചിലപ്പം ഡിഫെൻഡ് ചെയ്യും, കൗണ്ടർ അറ്റാക്സ് ഉണ്ടാവും. സോ ഇതുപോലെ നമുക്ക് ഇവിടെയും നമുക്ക് ഒരുപാട് സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് 30 to 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് വ്യൂവിൽ നമുക്ക് അറ്റാക്കിംഗ് ടൈമാണ്. ഓക്കെ, മാക്സിമം നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. നമുക്ക് ഫസ്റ്റ് വ്യൂവിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കണം 30 to 40 മിനിറ്റ്സിൽ. ഈ എക്സാമിൽ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും ഇവിടെ 33% നമുക്ക് എന്തായിരിക്കും, ഈസി ടു മീഡിയം ആയിരിക്കും, 33% മീഡിയം ടു ഹാർഡ് ആയിരിക്കും, 33% പിന്നെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കും. സോ ഈ രണ്ട് ഏരിയ 33% ദാറ്റ് ഈസ് 66 നിങ്ങളുടെ കയ്യിലുള്ളതാണ്. സോ ആ 60 നെക്സ്റ്റ് 33.33 ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. 50 വരുന്ന ക്വസ്റ്റ്യൻസ്, പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ സെക്കൻഡ് പാസിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു ടൈം നമുക്ക് അവിടെ യൂസ് ചെയ്യാം, 60 to 70 മിനിറ്റ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സോ ഈസി ആയിട്ട് നെക്സ്റ്റ് 33% നമുക്ക് ഇവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് സോണിലാണ്. ബിക്കോസ് 900ൽ നിങ്ങളൊരു 400 നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ്. 400+ നന്നായിട്ട് സ്കോർ ചെയ്യുക, നന്നായിട്ട് ഒരു 450+ ഒക്കെ നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. SSBയിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ എന്തായാലും വരും. ഓക്കെ, ഇനി തേർഡ് ടൈം അവിടെ കോംപ്ലക്സ് പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് റിമൈനിങ് ടൈം നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അതായത് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിലൊക്കെ ഉണ്ടാവും, ഫിസിക്സിലുണ്ടാവും. സോ ആ സമയം നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് റിമൈനിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. ഒരു ഫുട്ബോൾ ഗെയിം പോലെ തന്നെ നിങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യണം. ഫസ്റ്റ് 30 to 40 മിനിറ്റ്സ്, നെക്സ്റ്റ് സെക്കൻഡ് പാസിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്, 60 to 70 മിനിറ്റ്സ് നെക്സ്റ്റ് നോക്കേണ്ടത്. അഗെയിൻ റിമൈനിങ് ടൈം. ഓക്കെ, അതോടെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള എല്ലാം നമുക്ക് ലഭിക്കും. സോ ഇതെങ്ങനെ നമ്മൾ ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷ് അതുപോലെ ജനറൽ സ്റ്റഡീസ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സുമായിട്ട് നമ്മൾ വരാൻ പോവുകയാണ്. സോ നിങ്ങൾ ഡെയിലി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സസും കാണുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്കോർ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. സോ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ യൂട്യൂബ് ചാനലും മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ യൂണിഫോം എന്ന സ്വപ്നം, ആർമി നേവി എയർഫോഴ്സിൽ നിങ്ങൾ ഓഫീസർ ആവുക എന്നുള്ള സ്വപ്നം നിങ്ങളുടേത് മാത്രമല്ല ഞങ്ങളുടേതും കൂടിയാണ്. ആ ഒരു വിഷനായിട്ടാണ് ഞങ്ങൾ ഈ ഫ്രീ ഇനീഷ്യേറ്റീവ് ആയിട്ട് വരുന്നത്. സോ നിങ്ങളും മാക്സിമം വീഡിയോസ് കാണുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. 12 ഡേയ്സിലേക്ക് നിങ്ങളുടെ എല്ലാ പരിപാടികളും മാറ്റിവെക്കുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. സോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്ലേലിസ്റ്റ്, ഇതിനായിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ പ്ലേലിസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ ലഭിക്കും. സോ നിങ്ങളുടെ NDA എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ജയ് ഹിന്ദ്.